ഈ ചിക്കനാണ് നമ്മൾ ഇനി ആ എണ്ണയ്ക്ക് ഇടാൻ പോണത്. അത് നമ്മക്ക് തന്നെ ഇടാം. ഞാട്ടോണ്ട് ഞാനും ഉണ്ടാക്കട്ടെ. നല്ലൊരു സ്മെല്ലും ഇതൊക്കെ വരാൻ കിടക്കുന്നുണ്ടാവും. മണം എങ്ങോട്ടീ പോണ്? ഞാൻ ചൂടിന്റെ അവിടെ പോയാൽ മതി, നല്ലോ കിട്ടും. മണക്കാനല്ലേ ഇഞ്ച പോണെന്ന് അതിന്റെ കിടക്കും പറഞ്ഞി ഞാൻ പെരു ഒച്ച എന്താണാ കരുതിയത്. ആരും പേടിച്ചാൽ അലാറം വെക്കണത്. ഭയങ്കര പേടിയല്ലേ ആ ഒച്ച കേൾക്കുമ്പോ എന്താണാവോ കരുതിയാണ്ട്. മണ്ട കത്തിയാന്ന് തോന്നുന്നു, തീരെ മൂർച്ചം കിട്ടുന്നില്ല. അതിനെന്തേലും പൊടിയാക്കായ്മ അല്ലാതെ വെറുതെ തിരുമ്പാൻ കല്ലുമ്പോ വരുത്തിയിട്ട് എന്താ കാര്യം? പൊടിയാക്കാനൊക്കെ ഇനിയിപ്പോൾ അതിനുള്ള സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പം കല്ലുമ്മ വരച്ചാൽ ഒന്നുകൂടി മൂർച്ചം കിട്ടുന്ന എഴുതിയിട്ടപ്പം ഇത് മണക്കുന്നത്. വെറുതെ തിരുമ്പണ കല്ലുമ്മ പോയി കത്തി മൂർച്ചം കൂട്ടുന്നുണ്ട്. അയക്കുന്ന വല്ല എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ വല്ല മറ്റേ എന്താ പറയാ മറ്റേ പൊയിലുണ്ടാവണ മണല് അങ്ങനെ എന്തെങ്കിലും ഒക്കെ കൂട്ടിട്ടല്ലേ വരുന്നത്. മണലും ആകാൻ പോയല്ലോ ഒരു കത്തി ഇറക്കാൻ. എന്നാ ഗൈസ് നമ്മളെ വ്ളോഗിലോട്ട് വരികയാണ്. ഗൈസ് നമ്മളെ വ്ളോഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ പോലെ തന്നെ ഒരു വെറൈറ്റി വ്ളോഗാണ്. കാരണം ഇന്നും ഇന്നലെയാണ് ഗൈസ് മഴ ഒന്ന് ചെറുതായിട്ട് അടങ്ങിയത്. പക്ഷേ എങ്കിലും കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് നമ്പം വലിയ മഴയാണ്. ആ മഴൻ്റെ റിസൾട്ടാണ് നമ്മളെ വണ്ടിമ്മ കാണുന്നത് ഗൈസ്. കാരണം വണ്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല ബൾബ് ഫുൾ അടിച്ചു പോയിക്കുകയാണ്. കാരണം നമ്മളെ റോട്ടിൽ കൂടെ ഉള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഈ ലെവലിലാണ് വെള്ളം പോയിക്കൊണ്ട് നിന്നെ. അതായത് ഈ വണ്ടിൻ്റെ ഹെഡ്ലൈറ്റ് പോയിക്കണ് ഈ ലെവലിൽ വെള്ളം കയറിയിട്ട് അതാണ്ട് പോയി കിട്ടി. ഇത് മറ്റേ വണ്ടി പൊക്കിയാണ്ടൊരു ക്ലിപ്പ് നെൽബഡോക്സിന്റെ വീഡിയോയിലുണ്ട്. അതാണ് ഗൈസ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിനി. അതായത് ഞങ്ങൾ വണ്ടി ഇങ്ങനെ പൊക്കി കൊണ്ടുപോകുന്ന വീഡിയോ ഒക്കെ. കാരണം ഗൈസ് വള്ളത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്, റോഡിന്റെ അവസ്ഥ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമല്ല. അമ്മാതിരി മഴയാണ്. ക്ലിപ്പ് ഒന്ന് ആഡ് ചെയ്തത് അപ്പൊ മനസ്സിലാവും വള്ളം തടിയെന്ന്. അപ്പൊ അമ്മ നമ്മളെ ഇപ്രാവശ്യത്തെ മഴനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ആൾക്കാർ? നല്ല അടിപൊളി മഴ. ഇങ്ങനത്തെ മഴയല്ലോ അറിയാണ്ട് ഇപ്പൊ മഴ കൊണ്ട് തന്നെ കുടുങ്ങി. ഉമ്മാക്ക് എന്താ മഴനെ കുറിച്ച് പറയാനുള്ളത്? ഇങ്ങനെയാണെങ്കിൽ മഴ മാടില്ലേ എല്ലായിടത്തും വെള്ളപ്പൊക്കവും. പക്ഷേ എങ്കിൽ കഴിച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഞമ്മക്കാണെന്നാലും പിന്നെ ഒന്നുപാടെ സേഫ് കിട്ടോ. നമ്മളിവിടെ ഈ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കം വല്ലാതെ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ ഈ മലപ്പുറം ബാക്കിയുള്ള അതെ നമ്മൾ മലപ്പുറം ജില്ല തന്നെയാണ്. ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളിലുണ്ടല്ലോ ഈ വയനാട് അതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വമ്പം ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കൊക്കെയാണ് അല്ലേ മമ്മ? ഓരോ പണ്ടി നമുക്ക് ഉണ്ടായപ്പോ ആ ഭാഗത്തൊന്നും ഇല്ലല്ലോ. ആര് പറഞ്ഞു? അവിടെ ഉണ്ടാവുമ്പോഴേ നമുക്കൊക്കെ ഉണ്ടാവും. ആണോ? ഈ ഭാഗം ഏതായാലും കുറവാണ്, ഇല്ലായൊന്നുമില്ല, അതിന് ഉരുൾപൊട്ടലൊന്നുമില്ല. അപ്പൊ കഴിച്ച് ഇങ്ങനത്തെ ഈ മഴയും സംഭവമൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇത് പുറത്ത് പോയി എടുക്കാൻ പറ്റുന്ന വീഡിയോസുകളൊന്നും കഴിയണില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ കരുതി വെച്ച് കഴിഞ്ഞാല് ബിരിയാണി ഉണ്ടാക്കാന്ന് കരുതി. അതായത് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ച് ഉണ്ടാക്കാൻ പോണത്. അതും എങ്ങനത്തെ ചിക്കൻ ബിരിയാണിയാണ് മമ്മ? ചിക്കൻ ബിരിയാണി എങ്ങനെ സാധാരണ എല്ലാവരും ഉണ്ടാക്കണമായിരിക്കും. ചിക്കൻ ബിരിയാണി തന്നെ കഴിച്ച്. അപ്പൊ നമ്മളെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാനോ ബാക്കി എന്താന്ന് വെച്ചാ അതിന്റെ ഫുഡിന്റെ രീതിയൊക്കെ ഉണ്ട്. ഫുഡിന്റെ രീതി എന്താ? ഉള്ളി വെട്ടണം, മൂപ്പിച്ചണം, ഇത് കോഴി മസാല ആക്കണം, അങ്ങനെയല്ല ഓരോ പരിപാടികൾ. ഇതാണ് ഗൈസ്. അതായത് ഇല്ല ചരക്ക് ലോറികൾ മൊത്തം ഈ കൂടെ ഇങ്ങനെ കേറിയിട്ട് ഇവിടെ എത്തുമ്പോഴാണ് അതിന്റെ സൗണ്ട് കൂടുതലമ്മ. ആ മല കയറി ഇവിടെ വരുമ്പോ കുഴക്ക് മാറ്റണ്ടേ? അതിന് ശ്വാസം വിടാൻ വണ്ടിയാളേ അല്ലേ? മസാലയൊക്കെ തുടങ്ങിക്കോളൂ. ആദ്യം നമ്മളെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെയാണ് നമ്മൾ ആദ്യം ഇത് ആദ്യം എത്ര കിലോ ചിക്കൻ ഉണ്ട്? 1.5 കിലോ ചിക്കൻ. 1.5 കിലോ ചിക്കൻ. അതിക്ക് എങ്ങനെയൊക്കെ അളവ് പറഞ്ഞു കൊടുക്കുക ഗൈസ്. അറിയാത്തവരെ അറിയില്ലെന്നുണ്ടെങ്കിൽ കണ്ടോളി. അതായത് നമ്മളെങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണമെന്ന് അതിന്റെ റെസിപ്പി ഉമ്മ പറഞ്ഞു. നമ്മൾ ഇന്നേ വരെ അതായത് ഞാൻ പറഞ്ഞതാ ചിക്കൻ ബിരിയാണി എന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു ബൂതി ഉണ്ടാവും ഗൈസ്. എല്ലാ നാട്ടിലത്തെ ചിക്കൻ ബിരിയാണിയും വേറെ വേറെ ബിരിയാണിയാണ്. ഇപ്പൊ കോഴിക്കോട് ബിരിയാണി വേറെയാണ്, മലപ്പുറം ബിരിയാണി വേറെയാണ്, അതേപോലെ തന്നെ തലശ്ശേരി ബിരിയാണി, അങ്ങനെ ഒരുപാട് ബിരിയാണികൾ ഉണ്ടാവും. അതൊക്കെ വേറെ വേറെ ബിരിയാണിയാണ്. അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന ബിരിയാണി, ഞങ്ങളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ബിരിയാണി, അത് ഞങ്ങളൊരു ബിരിയാണിയാണ്. അതായത് ആ ബിരിയാണി ഇപ്പൊ നമുക്ക് പിടി പോയി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടൂല. ബിരിയാണി എല്ലാ മസാലകളും കൂട്ടി ഇപ്പൊ യൂട്യൂബ് നോക്കിയോണ്ട് കൊറേ കറി ഒരു തേങ്ങ അറിയില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഇന്നേ വരെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ബിരിയാണിന്റെ ഒരു ചോയ കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ കരുതി അടാ ഇത് അരിന്റെ പ്രശ്നമാണോ അതോ ഇനിയിപ്പോ വേറെ നെയ്യിന്റെ പ്രശ്നമാണോ? കാരണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ ഗൈസ്. കാരണം തൊട്ടപ്പുറത്തേക്കാണ് അയൽക്കാർക്ക് കിട്ടും അതിന്റെ മണം.
ഇവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പോ മാത്രം അതിന്റെ മണം എന്നാ ഞാൻ നോക്കി അന്ന് മസാല കുറവേനി ആണോ ഇന്ന് അത് ഉണ്ടാവുന്നതാണ് ഉണ്ട് ഉണ്ടാവും ഉറപ്പാണോ? ഉണ്ടാവും ആ. ഇത് മണത്തിന്റെ ആൾക്കാർ ഇവരൊക്കെയാണ് മല്ലിച്ചപ്പ് പുതിന ഞാൻ അവിടെ ബിരിയാണി അപ്പൊ മസാല ഗൈസ് ഓലാണ് പറയണത് ഇവലാണ് ആ മണത്തിന്റെ പ്രത്യേകത പറയണത് അപ്പൊ ഉമ്മയും ഉമ്മയും പറയണത് ഇന്നും മണം ഉണ്ടാവുന്നതാണോ ആ ഉണ്ടാവും ഉറപ്പാ? പിന്നെ ബിരിയാണി മസാല അവിടെ ആക്കി വെച്ചില്ലേനു പൊടിച്ചു വെച്ചില്ലേ എന്ന് എന്ന് ആക്കണേ അടുക്കളയ്ക്ക് ഇജ്ജ് നീച്ചു വന്നപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് കിട്ടിയിരിക്കണം ഇല്ല എനിക്കടിയില്ല കേട്ടോ? എനിക്കടിയില്ല ഞാൻ സ്മെല് ഇടില്ല എനിക്ക് സ്മെല് ഇടില്ല ചോദിച്ചു ഇതെന്താ ചോറുങ്ങൾ വെച്ചോ എന്തോ ഇച്ച് ചോദിച്ചിട്ടുണ്ട് അതൊന്ന് അനുഭവിക്കാരം ആണോ എന്നാ പിന്നെ അവർ കൊടുത്തു വെച്ചോ പോരെ അല്ല ഇപ്പോഴും അവിടെ പോയോക്കാം ബിരിയാണി മസാല ഞാനേ പൊടിച്ചു വെച്ച സ്മെല്ല് അങ്ങോട്ട് ചെല്ലും ചിലപ്പോ ഉണ്ടാവാം ബിരിയാണിന്റെ മസാലന്റെ സ്മെല്ല് ഉണ്ടാവാം പക്ഷേ ഈ ചോറായി വരുമ്പോ ഒരു മണം ഉണ്ടാവുമല്ലോ നമുക്ക് ഇന്നേ വരെ ആ ഒരു മണം കിട്ടിയിട്ടില്ല കാരണം നിങ്ങളുണ്ടാവില്ലേ ഈ കാരം ഞങ്ങൾ ഉണ്ടാവായില്ല ആ ബിരിയാണിന്റെ മണം അന്ന് മണം കിട്ടും ആ ബിരിയാണിന്റെ മണം നമുക്ക് എവിടുന്നാ കിട്ടില്ലെന്ന് അറിയാം ഗൈസ് നമ്മൾ പീടിയിലൊക്കെ പോയിട്ട് എന്റെ ഒരു ഫേവറേറ്റ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണിയാണ് എനിക്ക് മന്തി അങ്ങനത്തെ സാധനങ്ങളൊന്നുമല്ല എനിക്ക് ബിരിയാണിയാണ് ഇഷ്ടം ഉമ്മമാക്ക് എനിക്ക് ഇഷ്ടമല്ലായി എന്നല്ല മന്തി ഒന്നും കൂടി മന്തി ഒന്നും പാടെ ഉമ്മാക്ക് ഞാൻ അങ്ങനെയൊന്നുമില്ല എല്ലാം തിന്നും ഒരു ഫുഡ് പറയും അത് ബിരിയാണിയാണ് അത് ഞാൻ പറഞ്ഞപ്പോ എന്റെ ഒപ്പം കൂടിയാണ് ബിരിയാണി ഞാൻ എനിക്ക് അങ്ങനെ ഒന്നുമില്ല എനിക്കൊക്കെ പോകും എന്നാലൊരു ഫേവറേറ്റ് ഫുഡ് പറ ഫേവറേറ്റ് ഫുഡ് ഇപ്പൊ എന്റെ കല്യാണത്തിന് ഫുഡ് എന്താവും ബിരിയാണി തന്നെ നല്ല തലശ്ശേരി ബിരിയാണി നല്ല രസാ തിന്നിക്കണോ പിന്നെ ഇവിടെ നിലമ്പൂരിന്റെ ഒരു അടിയില് തലശ്ശേരി ബിരിയാണി അല്ല അതെന്ത് ടേസ്റ്റ് ആ കാക്കാണ്ട് അടിപൊളിയാ തലശ്ശേരി ബീഫ് ആട്ടത് അപ്പൊ ഗൈസ് നമ്മൾ കലാപരിപാടിയിലേക്ക് തുടങ്ങണം ഉമ്മ അതിന് തന്നെ ഇട്ടോ പറഞ്ഞു കൊടുക്കും അപ്പൊ എന്തൊക്കെയാ ആഡ് ചെയ്ത് പറഞ്ഞു കൊടുത്ത് ഇഞ്ചി പേസ്റ്റ് എടുത്തു നമ്മള് നാലേ ചൂരക്കണ്ടി ബിരിയാണി ചൂരക്കണ്ടി ബിരിയാണി ചൂരക്കണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഈ നാടിന്റെ സ്ഥലമാണ് നമ്മള് പുതിയ സ്ഥലത്ത് താമസം വന്നതല്ലേ അപ്പൊ പിന്നെ അതിന്റെ പേരാതേക്കോട്ടെ ചൂരക്കണ്ടി ചൂരക്കണ്ടി ബിരിയാണി ആ ഓക്കെ ഇനി ഇവിടെ പറയാം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഉപ്പിട്ടു പിന്നെ പെരിഞ്ചീരകം ഇട്ടു കുറച്ച് മുളകും പൊടി ഇട്ടു മഞ്ഞളും ഇട്ടു കളറിന് രസം കാശ്മീരി ഇട്ടു നമ്മള് കാശ്മീരി പൗഡർ അതായത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ കാശ്മീരി പൗഡർ യൂസ് ചെയ്യുന്നത് അറിയാം കുഴച്ച് വെക്കോട്ടാ പ്രവാസികൾ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം ഉമ്മാന്റെ ഐഡിയ ആണ് നിങ്ങൾക്ക് ഉപകാരപ്പെടും തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ അമ്മക്കുള്ളത് നമ്മളെ ബിരിയാണിന്റെ കളറ് പിന്നെ മഞ്ഞ കളറ് മഞ്ഞള് ഉയരുമ്പോ മഞ്ഞ കളറ് നമ്മളെ ബിരിയാണി മലപ്പുറംകാരെ ബിരിയാണി മാത്രമേ ഉള്ളൂ മഞ്ഞ കളർ ഉള്ളത് അല്ലാത്തവര് ബാക്കിയുള്ള വെള്ളയാണ് മഞ്ഞള് ഉണ്ടാവില്ല മഞ്ഞളില്ലാത്ത കൂട്ടാൻ വെച്ച ഒരു രസം തന്നെ നമ്മള് മഞ്ഞൾ ഇട്ടിട്ടില്ലെങ്കിൽ ഒരു അങ്ങനെയല്ല തിന്നാത്തോണ്ടാണ് ഇവരെന്തറിയോ ഒന്നാമത് നമ്മളിത് തിന്ന് അങ്ങനെ ചെയ്ത് പഠിച്ചിട്ടുള്ളൂ തിന്നിട്ടുള്ളൂ നമുക്കറിയാം അമ്മക്ക് അറിയാത്ത കൊണ്ടല്ല നമ്മൾ ഈ ചാത്തമുണ്ടങ്ങാടി കഴിഞ്ഞിട്ട് പുറത്തു പോയിട്ടില്ല അതുകൊണ്ടാണത് മനസ്സിലായോ ഇതൊരു 10-20 മിനിറ്റ് വെക്കട്ടെ അത് ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളി ആരാ വെട്ടണേ അതായത് ഇമ്മ പറഞ്ഞത് ഞാൻ വെട്ടിക്കോളാം ഉള്ളിയൊക്കെ കേട്ടില്ലേ ആരെ വെട്ടണത് നൈസായിട്ട് ഓരോരുത്തരെ തലിക്കിടല്ലേ ഇതിപ്പോ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലകളൊക്കെ കുഴച്ച് വെച്ചാണ് ഇനി ഇതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് കൊടുക്കണം അതായത് മസാല ഒന്ന് ശരിക്കും മസിൽ പിടിച്ചാൽ വേണ്ടിട്ട് ഞാൻ ഉള്ളി വെട്ടാൻ തുടങ്ങാണേ എന്നാ തുടങ്ങിക്കോളി ഈ ഉള്ളി വെട്ടുന്ന ഒരു രീതി മമ്മ ഉള്ളി വെട്ടുമ്പോ ഈ സാധനം ഒഴിവാക്കുക പിന്നെ അതേപോലെ ഇതില്ലേ ഇതിന്റെ തുഞ്ചത്ത് ഈ സാധനല്ലേ അത് കട്ട് ചെയ്യാതെ നോക്കണം എന്നാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ണെരിയൂല എന്നൊക്കെ പറയണേ ഇത് കട്ട് ചെയ്യാതെ നോക്കി അയിമ തട്ടാതെ മൂർച്ചം കൂട്ടിയ കത്തിയാട്ടോ നല്ല മൂർച്ചുണ്ട് ഇപ്പൊ മൂർച്ചുണ്ടോ ഉമ്മക്ക് കൈസ് വേറൊരു ഇതും കൂടി ഉണ്ട് കാരണം എന്താ അറിയോ നമ്മള് നാളൊക്കെ ഞാന് മറ്റേ വിരലും പെണ്ണ മറ്റേ ഗ്ലൗ വാങ്ങി കൊടുത്തിന് ഗ്ലൗ മറ്റേ ഉറല്ലേ അത് മമ്മക്ക് പറ്റൂല മമ്മക്ക് അലർജിയാണ് അത് ഇട്ട് കഴിഞ്ഞാൽ മമ്മക്ക് എന്താവുക അത് വെല്ലിന് ചൊറിച്ചിൽ വരും മമ്മക്ക് പറ്റൂല കേസ് എന്താ സംഭവം നിനക്ക് അറിയില്ല ഞാൻ മറ്റേത് വെക്കാതെ തന്നെ അരിഞ്ഞത് വളരെ തിക്കി ആൻഡ് തിന്നിയായിട്ട് അരിഞ്ഞിട്ടോ മമ്മ അതിനാണ് ഈ വെല്ലിങ്ങനെ വെക്കുന്നത് ഞാൻ വെല്ലും കുട്ടി മുറിച്ചല്ലേ ഇല്ല വെല്ല് മാറ്റും ഉമ്മ ഗൈസ് ഒരിന്റെ ഞാൻ ഉള്ളി ഇതാകട്ടെ ഉമ്മ ഗൈസ് ഇടത്തെ കൈ കൊണ്ടാണ് എല്ലാ പരിപാടിയും ചെയ്യല് അതായത് ആയുധം കൊണ്ടുള്ള പണിയൊക്കെ അമ്മ ഇടത്തെ കൈയാണ് അല്ലേ അമ്മ ഒരു ഇതാ അങ്ങനെ കുട്ടിക്കാലത്തെ വലിയൊരാരും നോക്കി കാണൂലേ കുട്ടീന്റെ കജ്ജി അടത്തിയതാണോ വലത്തിയതാണെന്ന് അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ചാതെ പോയി അതുകൊണ്ടാണ് ഈ കാര്യം
അതായത് പണിയെടുക്കുന്ന സാധനങ്ങളൊക്കെ ഇടത്തെ കൈ കൊണ്ടാണ് മമ്മ ചെയ്യല്. കാരണം മമ്മക്ക് ഇടത്തെ കൈ കൊണ്ടാണ് ഫോഴ്സ് കൂടുതൽ. അതേപോലെ തന്നെ നമ്മളെ ചെറിയാപ്പും പിന്നെ അതേപോലത്തെ ചെറിയാപ്പൂവിന്റെ മകൻ ആദും ഇവര് മൂന്നാൾക്കാരും ഇടത്തെ കയ്യന്മാരാണല്ലേ? വേറെ നമ്മളെ കുടുംബത്തില് ഇത്രേ ആളേ ഉള്ളൂ. മിക്ക ആൾക്കാർക്കും ഇടത്തെ കൈ ഉണ്ടടാ. ഇടത്തെ കൈ മോശമൊന്നല്ലേ? ഇടത്തെ കൈയൊക്കെ പവർ സാധനല്ലേ? കിട്ടിയാണ്ടല്ലോ കിട്ടാനല്ലേ കാട്ടി തന്നത് മമ്മ. ഇല്ല ഇടത്തെ കൈ അടി വരൂല. ഇത് കാര്യമായിട്ടുള്ള പണി കട്ടിപ്പണി ഇതൊക്കെ ഉള്ളൂ. പിന്നെ പിന്നെ ഇടത്തെ കൈ ബാക്കിയുള്ള പണിയൊക്കെ പറ്റേക്കാണ്. രണ്ട് കൈ കൊണ്ട് ചെയ്യുന്നാലും കത്തിന്റെ പണി കാര്യമായിട്ട് എടുക്കുന്ന പണി ഇടത്തെ കൈ. അങ്ങനെ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുത്താണ്. അതായത് അലക്കല് പിന്നെ വെട്ടല് ഇങ്ങനത്തെ പണിയൊക്കെ ഇടത്തെ കൈയാണ്. പിന്നെ വലത്തെ കൈ പിന്നെ മറ്റേ കൈ ബാക്കിയുള്ള പണികളൊക്കെ ബാക്കിയുള്ള പണി പിന്നെ വിളമ്പുക, പാത്രം കഴുകുക. ഈ പാത്രമൊക്കെ തേച്ച് കഴുകുകയാണെങ്കിൽ ഇടത്തെ കൈ കൊണ്ട് തേച്ചാൽ വയ്ക്കൂല. ആ വലത്തെ കൈ കൊണ്ട് തേക്കണം. അംഗീകരിച്ചു തന്നിരിക്കുന്നു. അതാക്കണേ ഇതാണ് ഗൈസ് അമ്മാന്റെ കൈമ അലർജിയുള്ള സാധനം കേട്ടോ. വെല്ലുമണി ഈ സാധനം എന്താ കോഴിക്കളെ കുറിച്ച് പറയല്ലേ? നമ്മൾ ഗൈസ് കോഴിക്കോടൊക്കെ നമ്മളിങ്ങനെ സെറ്റാക്കി വെച്ചിന്. അതിന്റെ വ്ളോഗ് എല്ലാവരും കാണുന്നു പ്രതീക്ഷിക്കണ്. എങ്ങനെയുണ്ട് നമ്മളെ കോഴിക്കോട് നോക്കിയിട്ട് പറയട്ടോ. മറ്റേ ഇതിൻ്റെ ഉള്ളിൽ അലമ്പായി കിടക്കുകയാണ്. നിങ്ങളെല്ലാവരും കണ്ടു അയക്കാം. ഇപ്പൊ കുറെ ഇതുണ്ട്. അതായത് നമ്മൾ ഇങ്ങോട്ട് കോഴിക്കോട് വെച്ചോണ്ട് കണ്ടോ ഒരു വീറും വൃത്തിയുണ്ട്. ഇങ്ങോട്ട് വരുമാ ഇപ്പൊ നിങ്ങൾക്ക് മണല്ലല്ലോ. ഇപ്പൊ മണത്തിന്റെ പ്രശ്നമൊന്നുമില്ല. പറഞ്ഞേ ഇജിങ്ങനെ തപ്പിയാണ്. ഞാനും ശ്രദ്ധിച്ചില്ല. പിന്നെ കുറേ കഴിഞ്ഞ് ഇജിങ്ങനെ ആക്കിയപ്പോൾ പറഞ്ഞാടാ കോഴിക്കോടിൻ്റെ അവിടുന്ന് ഇവിടുന്നാണ് കുളിമുറിന്നാണ്. അപ്പോഴല്ലേ ഇജ് കണ്ട് കുളിമുറി കൂടി ഒന്ന് കാട്ടി കൊടുക്കിട്ടാ. അതിപ്പോ ക്ലീൻ ആക്കിയോ? നമുക്ക് നോക്കാം. കോഴിക്കോട് ക്ലീൻ ആക്കിക്കണോ? അല്ല കോഴിക്കോട് അല്ല കുളിമുറി ക്ലീൻ ആക്കിക്കണോ അല്ലേന്ന്. ഓ ഇത് ഇത്രക്കും വൃത്തിണ്ടായില്ലോ. ഇത് നമ്മളെ കോഴിക്കോടാണ് കേട്ടോ. അത് ഇത്രക്കും ക്ലീൻ ആക്കിയാണ് വൃത്തിയാക്കിയാണ്. സംഭവം ഇതാണ്. മറ്റേ പേരന്റെ ഓണറുടെ കാര്യത്തിലൊക്കെ വന്ന് നോക്കുമ്പോ പേടിയാണ് ഞങ്ങൾക്ക്. അതെ ഉള്ളൊക്കെ പൊട്ടിയതാണ്. ഓൾറെഡി പൊട്ടി തന്നെ കേട്ടോ. പിന്നെ ഗൈസ് നമുക്കിപ്പോ എത്ര കോഴിക്കളുണ്ട്? കോഴിക്കൾ എത്ര ഉണ്ട്? 5 എണ്ണം. 5 കോഴിക്കള്. ആദ്യം എത്ര ഉണ്ടായിന്? ആദ്യം ഒരു 5-8 എണ്ണം ഉണ്ടായിന്. ഒരെണ്ണത്തിനെ കൊടുത്തില്ല നമ്മള്. കൊടുത്ത് ഒഴിവാക്കിയതാണ് ഗൈസ്. വേറെ ഒന്നുണ്ടല്ല, കൊടുത്ത് ഒഴിവാക്കി. പിന്നെ ഗൈസ് മെയിൻ ആയിട്ട് പറയാനുള്ളത് എന്താണ്, ഇന്നലെ നമ്മള് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഒരു കാര്യം കണ്ടു. എന്താണ്? നല്ല വെള്ളടാ. വെള്ളം നല്ലോണം കയറിക്കണല്ലേ നമ്മൾ ടാങ്കിലല്ല കിണറില്. നമുക്ക് ഇവിടെ താനായി മറ്റൊരു പൊത്തൊക്കെ കണ്ടിന്. ഇപ്പൊ അതൊന്നും കാണുന്നില്ല. കാണുന്നുണ്ടോ ഗൈസ്? നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. വെള്ളം അത്യാവശ്യം നല്ലോണം കയറിക്കണം. കാരണം നമ്മളെ കിണറ്റില് വെള്ളം ഏറ്റവും താഴ്ചയിലാണ് കിടന്നിരുന്നത്. പക്ഷെ ഇപ്പം ഒരുപാടധികം വന്നിക്കണ്. ഞാൻ കാണിച്ചു തരാം. എടാ ഇന്നാളൊക്കെ നോക്കിയപ്പോ വെള്ളം കാങ്ങണ. ഞാൻ പറഞ്ഞു വെള്ളം ഇല്ല കിണറ്റില്. നമ്മൾ വന്നിടക്ക് ഇപ്പൊ വെള്ളം ഇഷ്ടം പോലെ. ഇതടക്കം പോവില്ലല്ലോടാ ഉള്ളിക്ക്. അല്ലടാ ഇളക്കണ്ടടാ. ഓ ഇതോക്ക് ഇവിടുന്നാട് വന്ന് നോക്കിട്ട് വെള്ളം ഗൈസ് ഇത്രക്ക് വെള്ളം ഉണ്ട് ഇപ്പൊ. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആയാണ്. കാരണം ഇതൊരു കുന്നുംപുറത്തല്ലേ പേരാ. അപ്പൊ നല്ല ആയ ഉണ്ടായിന്. മമ്മയ്ക്ക് ചാറില്ലട്ടോ. നല്ലോണം വെള്ളമുണ്ട്. ആ കല്ലായിരൂട്ട കല്ല. അവിടെ അങ്ങനെ ആ കല്ലാണ് പോയതില്ലേ? അതാ അപ്പൊ ഓട്ടന്നാ കിട്ടളി. അല്ലാ ഇജൊന്ന് ആലോചിച്ച് നോക്കെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്നാളുണ്ടല്ലോ ആരപ്പം ഇങ്ങനെ വീണീനത്. ആര് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെയാണ് വീണ് ഇങ്ങോട്ട്. ഇവിടെ ഞാൻ താവ് കിടന്നുണ്ടെങ്കിൽ അത് ഞാനാണെന്ന് തന്നെ തോന്നി എനിക്ക്. നന്നായിട്ടോ. ഇനി പോയത്താ കാട്ടിട്ടോ. എന്ത് ഞാൻ അവിടെ ഇരുന്നാണ്ട് നമുക്ക് തൂങ്ങരുതേ. ശരിക്കും ഞങ്ങൾ ഈ നിക്കണം ഇവിടെ കിണറ്റിന്റെ ഇതുണ്ട്. ആര് പറഞ്ഞു പൊട്ടത്തരം പറയുന്നത്? അല്ല പിന്നെ എടാ കിണറ് വട്ടത്തിന്റെ പകുതി ഇവിടെ ഇത് സ്ലാവാണ്. ചാടണ്ട കിണറാണത്. നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി തുടങ്ങി. ഇന്ന് കയ്യോ? അല്ല ഇത് കിണറ്റിന്റെ അത് പൊരിച്ചപ്പോ വണ്ടി ഇടാക്കാൻ പറ്റൂലല്ലോ പേടിച്ചിട്ട്. പോണ കാണണ്ടത് തന്നെ. നമ്മളെ ഉള്ളി അരിയിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ. നല്ല നൈസായിട്ട് ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ബിരിയാണി നമുക്ക് ഉണ്ടായി വരുന്നേക്കാരെന്നാണ് ഒരു ഇത്. പോയ മീൻ എങ്ങനെ ഉണ്ടായിരുന്നു മമ്മ? പോയ മീൻ അടിപൊളി. നല്ല മീൻ. കുറച്ച് അങ്ങനെ അത്രേ പാടുള്ളൂ.
ഓവറായ മനുഷ്യന് തിന്നാനും ഇറങ്ങാറാണ് കണ്ണാക്കാനും ഗതികേടാണ്. ഇനി നമുക്ക് വെള്ളം കൊണ്ടിട്ട് പോകണം. നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉച്ചക്കുള്ള ഫുഡാണ്. ഇപ്പൊ ടൈം എത്രയായിരുന്നു? ഇപ്പൊ 1 മണിയായി കാണുള്ളൂ. 1 മണിയായി കാണുള്ളൂ. അതായത് 2 മണിക്കുള്ള ഫുഡാണ് ഗൈസ് നമ്മൾ ഈ 1 മണിക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് 1 മണിക്കൂറിന്റെ പരിപാടിയിലുള്ള പറഞ്ഞ ബിരിയാണി 1 മണിക്കൂർ തേച്ച് വെക്കണം പറഞ്ഞു. ഫുഡാ പറഞ്ഞ ഏകദേശം എത്ര മണിക്കൂർ കൊടുക്കും? ഒരു 2 മണിക്കൂർ കൂട്ടിക്കോളി. എന്തായാലും ഗൈസ് നമുക്ക് വെയിറ്റ് ചെയ്യാല്ലേ. ഇനിയിപ്പോ ഗൈസ് ഈ വണ്ടി നമുക്ക് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിന്റെ ലൈറ്റും ബൾബുകളൊക്കെ അടിച്ചു പോയിക്കണേ. പിന്നെന്ന് പറയാനാണെങ്കിൽ ഇവിടെ ബിരിയാണിക്കുള്ള കറുകാപട്ടന്റെ മരം ഉണ്ടായിരുന്നല്ലോ. അവിടെ കറുകാപട്ടന്റെ മരം എവിടെ? അതാണോ ഗൈസ്? നിങ്ങൾ ആ കാണുന്ന മരം കണ്ടങ്ങള് കറുകാപ്പട്ട കറുകാമ്പു അങ്ങനത്തെ അത് രണ്ടൊന്നാണോ? ഗൈസ് കറുകാപ്പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണിന്റെ ഉള്ളിലൊക്കെ ഇടുന്ന, അതായത് ഒരു കോല് പോലെ ഒരു മരത്തിന്റെ തൊലി മയക്കുന്ന ഒരു സാധനം കണ്ടിക്കണോ? ആ ഒരു സാധനമാണ് കറുകാപ്പട്ട. ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെയിലുണ്ടോ? ഇതേപോലത്തെ വെയില് ആ ഉരുള് പൊട്ടിയെടുത്ത് ഇവിടെ ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സമാധാനം ആൾക്കാർക്ക്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്തോണ്ട് നിൽക്കല്ലേ, അപ്പൊ അതിനനുസരിച്ച് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വെയിലാണ് നമ്മൾ പ്രതീക്ഷിക്കണേ അല്ലമ്മ? മഴ വേണം, ഒരു പാകത്തിന് മഴ ഇത്ര പാടില്ലല്ലേ? കാരണം ബുദ്ധിമുട്ടാണ്. ഈ ഓഗസ്റ്റ് മാസം അതേപോലെ ജൂലൈ മാസം ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളവിടെ പ്രളയം ഉണ്ടായത് ഓഗസ്റ്റിലാണ്. എത്ര മനുഷ്യന്മാര് മരിച്ചു, എത്ര ആൾക്കാർ അപകടം പറ്റി ഒലിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള അവസ്ഥയാണ്. വീട് വരെ മുങ്ങിപ്പോവാ. എല്ലാരും ക്യാമ്പില് സ്വന്തമായിട്ട് ഉണ്ടാക്കിയ വീട് താമസം തുടങ്ങിയിട്ട് 1 കൊല്ലം കൂടി ആയിട്ടില്ല. അങ്ങനത്തെ പെരകളൊക്കെയാണ് പോയിക്കുന്നത്. പേരുണ്ടാക്കാൻ വേണ്ടിട്ടാണ് മുക്കണ കണ്ടില്ലേ? അപ്പൊ ഓരോ അവസ്ഥ ഉണ്ടാക്കി വെച്ച ആൾക്കാരെ പറയണ്ട. എന്തായാലും നമ്മളെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ അതേ നടക്കുള്ളൂ. അയാള് പറയണേ ഇത് പെര വീണിട്ട് ആ ചുമര് അയാൾ കട്ടിലിന്റെ മേലെ ആകപ്പെട്ടു. ആ ചുമര് അയാളെ നേരെ ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ണിലിങ്ങനെ അതന്നെ. എന്തേലൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും ഇനി പരിപാടി തുടങ്ങാം. ഇപ്പൊ ഇതാക്കണ് ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞാണ്ട് വെച്ചിക്കണ്. നമുക്ക് നേരെ അടുക്കളയിൽ കൊണ്ട് ഇനി എന്താ പരിപാടി? എന്താ പറഞ്ഞ വയറ്റണം. എന്നിട്ട് ഇത് എല്ലാ സാധനങ്ങളും ഇതെന്തില്ല ചള്ളാസിനില്ല ഇവിടെ? ചള്ളാസ് ഉണ്ടാക്കണ്ടേ? അതെ സംഗതി ഉണ്ട്, ഉള്ളിണ്ട് വെട്ടാനെ. ഇത് നിങ്ങളെ ആവശ്യത്തിന് ഇടുക്കി ഞാൻ വെട്ടിക്കോളാ. ആണോ? അല്ല മമ്മ വെട്ടി വെക്കാന്ന് പറഞ്ഞേ. ഫ്രിഡ്ജിലൊക്കെ നല്ല തണുപ്പ് പെട്ടെന്നാവും. ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പോവാ. കാരണം അതിലേക്ക് എത്ര വാങ്ങിച്ചെടുത്തിന്റെ ബാക്കി എടുക്കുക. ബാക്കി ഞാൻ വെള്ളി വെട്ടും ചെയ്തോളാം. ആണോ? അല്ല അപ്പൊ ഇതിന് കണക്ക് ഇപ്പൊ നമുക്ക് അങ്ങനെ തൂക്കാനൊന്നും അറിയില്ലല്ലോ. വെജല്ലോ തൂക്കണ സാധനം വാങ്ങേണ്ടി വരും. വേണ്ടി വരും. കണക്കിനാണെന്നുണ്ടെ വേണ്ടി വരുന്നത്. അടുപ്പിലാണ് ഉണ്ടാക്കാൻ പോണതല്ലേ? എടാ നല്ല ചിക്കൻ പീസ്. നല്ലൊരു കിട്ടലിട്ടി. എങ്ങനെയുണ്ട് സ്വയംഭ സാധനം? അല്ല പിന്നെ ഇത്രക്കും പോത്ത് പോലൊരു മനുഷ്യനെ തല്ലിയിട്ട് പിന്നെ കാട്ടിയാണ്ടല്ലോ പറച്ചാൻ നല്ലോ ശിക്ഷിക്കൂട്ടോ. എന്തിനാ അതിന്റെ രോമം മേത്ത് കാക്കാൻ തിന്നണി കാക്കാൻ? ബിരിയാണി നിങ്ങളെ ബിരിയാണി ഉണ്ടാക്കാൻ മുട്ടല്ലേ? ഞാനല്ല ഉണ്ടാക്കണം. അല്ല ബിരിയാണി ഉണ്ടാക്കാൻ മുട്ടിട്ട് എന്താ? എന്നിട്ട് ഒന്ന് വരി ആ ബിരിയാണി പോയി ഉണ്ടാക്കി ചെല്ലി ാണോ പൂച്ചേന്റെ അടുത്തേക്ക് വണ്ടിയത്? ഞാൻ എടുക്കുന്ന പണിയാണ് പൂർത്തിയാക്കിയത്. ഇനി സള്ളാസിന്റെ ഉള്ളിയാണിത്. ഇത് കഴിഞ്ഞില്ലേ? ഒരട്ട ഉള്ളി മിക്സ് ആക്കിയാണ്ട് ഒരട്ട ഇവിടെ കൊണ്ടു. പിന്നെ അങ്ങനെ തന്നെ വണ്ടിയിരിക്കണേ. വേദനയാണ്. അപ്പൊ ഒരു ഇട്ടിട്ട് ശരിയാവൂലേ? ഇത് അകത്ത് മാത്രം ചെരുപ്പാണ്ട് കൈസ്, അല്ലാതെ പുറത്തു കൂടെ ഉണ്ടല്ല, അകത്തായിട്ട് ഇവര് അടുക്കളയിൽ പണിയെടുക്കണോണ്ടേ ഫുൾ ടൈം ഇങ്ങനെ നിക്കല്ലേ, റെസ്റ്റ് ഇല്ലല്ലോ. അപ്പൊ അതിന് ഇങ്ങനത്തെ ഒരു സാധനം നല്ലത് തന്നെയാണ്. കാരണം കാലിന് ഇതിന് വേണ്ടിട്ട് ഞാനോ പിന്നെ അതിന്റെ ആവശ്യമില്ല. ഞാൻ ഇല്ലുണ്ട് തണുപ്പേ
തണുപ്പോണ്ടല്ലേ ഇപ്പം അങ്ങനെ അവിടെ എടുത്ത് അങ്ങോട്ട് കയറിയപ്പോൾ ഊരിട്ടാവും ഞാൻ അതിലേക്ക് ഉള്ളിട്ട് ഗ്ലാസ് ഒഴിച്ചു കേട്ടോ ചള്ളാസിനുള്ളത് മകനപ്പത്തിന് മുളക് കഴിഞ്ഞിട്ട് ഉള്ളി അറിയില്ല അതായത് കച്ചമ്പറ് അന്നല്ലേ പറയാ എന്ത് എന്ത് പറ അല്ല ഓരോ നാട്ടിലും ഓരോന്നാണ് പറയില്ലേ ഞാൻ ഉള്ളി വയറ്റാട്ടോ ആ ഗൈസ് ഇതാക്കണ ഇവിടെ അടുപ്പത്ത് ചട്ടി വെച്ചിക്കണ് അതിക്ക് എണ്ണ ഇട്ടു ഇനി ഇതാക്കണ് ഉള്ളി നമ്മൾ വയറ്റാൻ വേണ്ടിട്ട് ഇത് ബിരിയാണിന്റെ മോൾ കൂടെ ഇടാനുള്ള സാധനല്ലേ അമ്മ എന്നാലേ പറഞ്ഞ ഇത് പൊട്ടിച്ചിട്ട് നീ കൊഴിച്ചാ എന്താണത് ഉള്ളി തൈര് തൈരാണ് ആ കൈയൊക്കെ എടുക്കല്ലേ, എനിക്ക് തൈര് ഇത് ഇത് കുറച്ച് ഒഴിച്ചു കുറച്ച് മതിയോ കത്തി മതി തരുമോ ഇതും പിടിച്ചോ ആ ചിന്തരുതേ മിക്കവാറും പോകും എനിക്ക് തോന്നണേ അങ്ങനെ പോയാൽ ശരിയാകും ഒറ്റ പോക്ക അങ്ങനെ പോയത് തരുമോ വെച്ചിട്ട് പിടിച്ചോട്ടോ അല്ലേ എന്താ മുറിയാത്തതോ ഞാൻ പറഞ്ഞത് പോകുന്നു ജായി വിട്ട് അത്രയല്ലേ പോയുള്ളൂ അത്ര പോയില്ല ഞാൻ പറഞ്ഞത് പോകുന്നു അത്രയല്ലേ പോയുള്ളൂ അത് ഫുള്ള് കളഞ്ഞോ? ഇല്ല മതിയോ കുറച്ചുകൂടി മതിയോ ഒഴിച്ചട കുട്ടി ആണ് കെട്ടണം ഇച്ചറ കുട്ടി ഇനി ഇത് ചവിട്ടല്ലേ കേട്ടോ ഇത് ചവിട്ടല്ലേ അടുപ്പക്കല്ല അടുപ്പക്കല്ല അടുപ്പ് കഴിച്ചാലും ഇവിടെ വാങ്ങേണ്ടി വരും ബിരിയാണിക്ക് ബിരിയാണിക്കോ ആണോ തൈര് വേണ്ട എനിക്കറിയില്ല ഗൈസ് ഞാൻ അടുക്കളയിൽ തിന്നാലും കുറ്റം പറയാലും മാത്രമല്ലേ അറിയുള്ളൂ എടാ സോറിടാ. ഞാൻ ഇതിന്റെ ഒപ്പം തന്നെ ഈ ഉള്ളിയും കൂടി വാട്ടുണ്ട് നമുക്ക് ബിരിയാണിക്ക് ഇല്ല കേട്ടോ. എങ്ങനെ ബിരിയാണിക്ക് ഉള്ളിലോട്ട് ആ അപ്പൊ ഇത് ബിരിയാണിക്കല്ല മറ്റേത് അത് ഇതല്ലേ എന്ത് മോൾ കൂടെ ഇടാല്ലേ ആ. അപ്പൊ ഇതോ ഇത് നമ്മള് എല്ലാം കൂടി വാട്ടിയിട്ട് മിക്സ് ചെയ്തങ്ങാണ്ട് ഇത് അതെ ഇത് ഫസ്റ്റത്തെ ഈ എണ്ണയിൽ ഇട്ടിക്കണത് നമ്മൾ മറ്റേ ഉണങ്ങിയ സാധനങ്ങൾ ഇതിന്റെ മോൾ കൂടെ എങ്ങനെ ഇടില്ലേ ബിരിയാണിന്റെ മോൾ കൂടെ അതതിന് ഇത് പിന്നെ ബിരിയാണിന്റെ ഉള്ളിൽ ഇടാലാണല്ലോ ബിരിയാണിന്റെ ഉള്ളിക്കല്ലേ ചിക്കൻ്റെ ഒപ്പം കഴിച്ചു ആ ആ അങ്ങനെ പറഞ്ഞോണ്ട് നല്ല മനസ്സിലാവും ചിക്കൻ കള്ളസായോ എത്ര ഇടണോ എത്ര പെട്ടെന്ന് വെച്ചാൽ ഉള്ളി അരിഞ്ഞ് ഇത് പൊട്ടി ചോദിച്ചാൽ പച്ചവളക് ഇട്ടിക്കണോ? ആ ഉണ്ട്. അതൊക്കെ മഴ പഠിപ്പിച്ചിന് ഇനി ഇതിൽ കൊഴിച്ചിട്ടേ അതിക്ക് കൊഴിച്ചിട്ട് ബാക്കി ഇതിൽ കൊഴിച്ചു ഇതിപ്പോ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചാല് കാരണം അപ്പത്തിന് നമുക്ക് അതിന്റെ തണുപ്പാവും കണക്കിന് എടുക്കട്ടെ അയക്ക് ബാക്കി എടുക്കാതിരിക്കേ ആണോ ഗൈസ് നമ്മളെ ചിക്കൻ ആക്കണോടെ കിടക്കണ്ടോ ചിക്കൻ നല്ലോണം മസിൽ പിടിച്ചോട്ടെ ഒന്ന് മസിൽ പിടിച്ച് കഴിയട്ടെ അപ്പത്തിന് എന്നിട്ട് അല്ല ആദ്യം ചിക്കൻ ഉണ്ടാക്കിയിട്ട് ഇതാക്കി വെച്ചിട്ടാണോ അരി എങ്ങനെ പറഞ്ഞത് ഇത് കോരിയിട്ട് നമ്മള് ചിക്കൻ വെച്ചു കഴിഞ്ഞേ ആ ആ പകുതി വേവും എന്നിട്ട് പിന്നെ ബാക്കി പകുതി പിന്നെ ചോറിനൊപ്പം വേവും ബിരിയാണിക്ക് ഒന്നായിട്ട് ഒടയാതെക്കാന് ഓക്കെ അങ്ങനെ കോരിക്കാട്ടി ഉള്ളി ഇവിടെ മൂത്ത് കഴിഞ്ഞുണ്ടോ വെന്ത് കഴിഞ്ഞു ഇനി അത് കോരിയാണ്ട് ഇനി കോരട്ടെ വേറെ മാറ്റി വെക്കത് മാറ്റി വെക്കുക. എന്നിട്ട് ഇനി നമ്മൾ ഇനി എണ്ണയില് ആ ചിക്കനാണ് വേവിച്ചത്. എണ്ണയില് അതായത് ഇതേ സെയിം എണ്ണയിലാണ് ഗൈസ് ഈ ചിക്കനാണ് നമ്മൾ ഇനി ആ എണ്ണയ്ക്ക് ഇടാൻ പോണത് അത് നമ്മക്ക് തന്നെ ഇടാ ഇത് ഇടാൻ വലിയ പണിയൊന്നുമില്ല ഒന്നായിട്ട് തെറിച്ച കണ്ണും മോറൊക്കെ ഞാട്ടോണ്ട് ഞാനും ഉണ്ടാക്കട്ടെ പതുക്കെ 5 മോറ് കടിക്കാനാവൂല ഇമ്മ ചിക്കനാ ഇടാൻ പോണത് അല്ലാതെ ആയിക്കോട്ടെ പതുക്കെ വെക്ക് ആദ്യം കാലാണ് ഇടാ എന്നിട്ട് കാണുന്നുണ്ട് എന്റെ മോറ് പൊണ്ണേരിക്കോ ഇത് വേഗം വേഗം ഓരോന്ന് മമ്മ 1.5 കിലോമീറ്റർ അപ്പുറത്ത് വയ്ക്കും അത് എണ്ണയാണേ അയക്കാ തെറിച്ചാലേ അങ്ങനെ അതന്നെ അറിഞ്ഞ തെറിച്ചു അതെന്നെ പറഞ്ഞതേ. ഈ ഇന്റെ വേദിക്ക് ഇറച്ചില്ലല്ലോ അല്ല, ഞങ്ങളുണ്ടവിടെ. ആ ഉണ്ടോ കേട്ടോ കേട്ടോ എണ്ണ നിർത്തണുണ്ടോ എണ്ണ അതിന്റെ നാക്കെല്ലാം ഒട്ടി. മതിയാക്കി കളഞ്ഞു ഇനി ഇജണ്ട മതി അപ്പൊ guys, ഇങ്ങനെയാണ് നമ്മള് ആ, അതന്നെ. ബിരിയാണിക്ക് ചിക്കൻ ഇടല് ആ, ആ, അങ്ങനെയൊന്നല്ല കേട്ടോ ഗൈസ്. പിന്നെ ഒന്നാണ് കടിയാക്കിട്ടാ. ഞാൻ ഒരു കണ്ട കൂടെ വളവ് കിട്ടും അതിനൊന്നും അല്ലല്ല കടിച്ചല്ല അതില് ആ വളവുണ്ട് അപ്പൊ അതിലിട്ട് ഒന്ന് ഞാൻ അറിഞ്ഞൊക്കെ ചെയ്തു എന്താച്ചാ കാട്ടിക്കോളി അല്ല അത് പൊരിച്ചെടുക്കാണ് വേണ്ടിയത് പൊരിയൊന്നുമില്ലടാ ഒന്നുകൊണ്ട് വഴറ്റിക്കാണ്ട് ഇതുണ്ടോ ഇതിപ്പോ നല്ല ക്രിസ്പി ആവും കേട്ടോ. അപ്പം ഇനി ഇവിടെ ഇപ്പൊ തിന്നാൻ പറ്റുമോ ആ ടേസ്റ്റ് നോക്കട്ടെ തിന്നു കഴിഞ്ഞ ഉള്ളിയും നോക്കട്ടെ ടേസ്റ്റ് നോക്കട്ടെ മധുരം ഉണ്ടാക്കാനല്ലേ ഉള്ളിയല്ലേ കണ്ടോ നീ ബിരിയാണിക്ക് ഇടാണ്ടാവൂലേ നിങ്ങൾ ടേസ്റ്റ് ചെയ്താ. കരിക്കട്ടെ ഞാൻ പറയുമ്പോ അതിന്റെ പണ്ടിപ്പരിപ്പും മുന്തിരിയല്ലേ അമ്മ പൊരിച്ചു വെക്കേണ്ടത് അതൊക്കെ പൊരിക്കും. അതെ പോരാ നേരം നിങ്ങളെ വിളിച്ചപ്പോ വരാഞ്ഞിട്ടേ ഉള്ളി മൂപ്പ് കയറി പിന്നെ guys, നമ്മള് കറുകാവട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ സാധനം എന്താന്ന് കാണിച്ചു തരാം ഇതിൽ കണ്ട നിങ്ങളൊരു
ഒരു മരത്തിന്റെ കണ്ടം കണ്ടോ, ഇതാണ് കറുകാപ്പട്ടന്റെ ഇല. ആ മരം ആയല്ലേ? ആ ഇതാണ് കഴിച്ച് ആ ഇല. ഇത് നമ്മളെ മുറ്റത്തന്നെ ഉണ്ട്. അതായത് നമ്മൾ അതിമൊന്ന് ചുരണ്ടിയിട്ടാണ് എടുക്കല്. ഇതിപ്പോ വാങ്ങിയുണ്ട്. ഇതിപ്പോ വാങ്ങിയപ്പോ അതിന്റെ ഉള്ളിൽ പാക്കിൽ കിട്ടിയാണ്. അതിന്റെ വലിയ മരം ഉണ്ട് അവിടെ. ഇത് കഴിച്ച് നമ്മള് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്ന് ഇതായി കഴിഞ്ഞാൽ അതൊന്ന് മലത്തിട്ട് കൊടുക്കുക. മോറ് കറി കഴിച്ചാൽ മതി. ഇതിലെ ഉപ്പിന് കുറവുണ്ടോ അമ്മ? ഇങ്ങോട്ട് നോക്കി ഉണ്ടോ? ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഉപ്പിന്റെ കുറവുള്ള മൈക്ക് തോന്നുന്നുണ്ട് കഴിച്ച്. കണ്ടാലൊന്ന് ഉപ്പ് കുറയണ കുറവറിയണ. എന്താ പറയല്ലേ, ഇപ്പൊ നേരെ 1 മണിയായി. ചോറ് കഴിച്ചാനിപ്പോ ഇതാകണ്ടേ. നേരെ 1 മണിയായിട്ടുള്ളൂ. ഒരു 1-1:30. നമ്മളെ കണക്കിൽ ഞാൻ നോക്കാതെ പറഞ്ഞാണ്. അല്ല നമ്മളെ കണക്കിൽ നമ്മള് സാധാരണ എപ്പോഴാ ചോറുന്നല്? 1 മണി 12:30 2 മണിന്റെ 4 മണി 4 മണി ഉണ്ടാവും ചോറ് കഴിച്ചാണെന്നുണ്ടെങ്കിൽ. നിങ്ങളൊക്കെ തിന്നുമ്പോ ഞാൻ നേരത്തെ അമ്മ നേരത്തെ നിന്നു. നേരത്തെ നിന്നോട്ടെ അല്ലെങ്കിൽ സോഡിയം കുറയും കേട്ടല്ലോ. അതെ ഇന്നിപ്പോ നേരം വൈകി. ഇന്ന് നേരം വൈകില്ലേ? അതിന്റെ അടി കൂടെ പാത്രക്കാര് തിന്നു കഴിഞ്ഞു. ഇല്ല കഴിഞ്ഞു. തുള്ളിയുള്ളൂ. അത് രണ്ടോ മാത്രമേ ഇഷ്ടമുള്ളൂ. വേദം കാട്ടിയാറേ അങ്ങനെയൊക്കെ ചോദിച്ചാല് കിട്ടുള്ളൂ. ഞാൻ ഇതിപ്പോ തൊള്ളിക്കതേ വെച്ച് അത് കാറിക്കണ് തോന്നുന്നുണ്ട് അമ്മ. ഏത് കാറി മയക്കുണ്ട്. അണ്ടിപ്പരിപ്പോ? അണ്ടിപ്പരിപ്പ്. അതിപ്പോ കയ്യോളം കാറും. അത് തിന്നാൻ വേണ്ടിട്ട് പറയാണ്. കാറി കറിക്കുന്ന വേണ്ട കാറിട്ടൊന്നുമില്ല. നോക്ക് കറിക്കണമെങ്കിൽ പിന്നെ ചോറ് കാറി ഇറങ്ങാണ്ട് ഇതാകും. തിന്നോ. ചോറിന്റെ ടേസ്റ്റ് പോവോ ഇത് കറിയാല്? കാറിക്കണമെങ്കിൽ പോവും. എന്നാ കാറിക്കണേ. എന്നാ കാറിക്കണത്. തിന്നോ. അപ്പൊ ഇനി വേറെ അണ്ടിപ്പരിപ്പ് ഉണ്ടാക്കേണ്ടി വരും. ഇത് മുന്തിരി മാത്രം മതി. അങ്ങനെയും വെക്കാം. നോക്കട്ടെ. അല്ല ബിരിയാണി എങ്ങനെയും വെക്കാം. ഒരു ഗുണമില്ലാത്ത രീതിയിൽ വെക്കാം. അറിയോ? അണ്ടിപ്പരിപ്പ് കാറില്ലല്ലോ. മാത്രം നോക്കി മൂക്കിന് തുമ്പത്തിന് വെച്ച് നോക്കി. എന്താ മണം വരുന്നത്? ഒരു തേങ്ങ കാറി മണം വരുന്നില്ലേ? ഇല്ലേ? ആ അണ്ടിപ്പരിപ്പല്ല മുന്തിരി. എന്നത്തെ ആണേ. ഇതൊന്നും വാങ്ങാൻ പാടില്ല. പൂക്കെന്താ ഇതൊന്നും വാങ്ങാൻ പാടില്ല. വാങ്ങാൻ പാടില്ല. വാങ്ങുമ്പോ നല്ല സാധനം തരുന്നേ. ഇവിടെ എത്ര മാസം അതിൻ്റെ ഉള്ളിൽ കൂട്ടി വെക്കല്? ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴൊക്കെ എടുക്കലുണ്ട്. അപ്പ ഒന്നിനും പറ്റൂല. പൂട്ടിക്കണ് എന്തോ ചോയ. അതാണ് കാറിയാറേ. ഇത് നോക്കിയാ നന്നായില്ലോ. അപ്പൊ അണ്ടിപ്പരിപ്പില്ലാത്ത ബിരിയാണി അല്ലേ? ഇത് നോക്കിയാ നന്നായിട്ടോ. ഞാൻ ഉണ്ടല്ലേ വെച്ചിട്ടാണ് ഞാൻ നന്നായി. ഇതിപ്പോ ഞാൻ പറഞ്ഞോണ്ട് അണ്ടിപ്പരിപ്പ് കാറിയത് മനസ്സിലായി. അല്ലാന്നുണ്ടെങ്കിൽ ആ കാറിയ ബിരിയാണി തിന്നിങ്ങനെ ഇരിക്കേണ്ടി വരും നമ്മള്. ഞങ്ങളുടെ നമ്മളെന്തേലൊക്കെ എടാ ഇത് ചെറിയൊരു കാറിലെന്ന് പറഞ്ഞ കൂട്ടാൻ പറയണ് കണ്ടില്ലേ? അല്ല അതിനാണ് നുള്ളി തിന്ന് നോക്കണത്. അതിനാണ് ഞാൻ ഇടക്കിടക്ക് പോയി ഓരോ തിന്ന് നോക്കണത്. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇടയ്ക്ക് മണത്ത് നോക്കുമ്പോ നിങ്ങൾക്ക് പ്രശ്നം എന്താ ഇങ്ങനെ മണക്കണ് കണ്ടില്ലേ ഗൈസ്? ഇതാണ് പ്രശ്നം. അത് കഴിക്കാൻ പറ്റുമോ? കേടായിക്കണ്. വേണ്ട കോഴിക്കള് കോഴിക്കൊക്കെ മണ്ടിയല്ല. അതിപ്പോ നിന്റെ കുഴപ്പമില്ലല്ലോ. അതിപ്പോ അവിടെ വെച്ചത് കാറീനിപ്പോ ഞാനാ കച്ചവടം ചെയ്യണ്. ഞാനിപ്പോ ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞത്. അല്ല അത് നോക്കിയാ നന്നായി. ഒരു അണ്ടിപ്പരിപ്പ് പോകുന്നില്ല. പേടി മേടിച്ചാണ് ഇരിക്കല്ലേ അറിഞ്ഞ. അപ്പൊ ആകെ പോയില്ല. അല്ല ചോറ് കൂടി കിടന്നീനി. അതിപ്പോ ലാഭം കിട്ടി. ഇനി തിന്ന് നോക്കോണ്ടിട്ടോ. ചിക്കൻ എന്തായി? അടുത്തെടുത്തോ ഗൈസ്? നമ്മളെ ഫസ്റ്റത്തെ എവിടെ ചിക്കനോട് ആദ്യത്തെ ലോഡ് ചിക്കൻ ഇതാക്കണ്. ഇവിടെ കിടക്കണ്. പകുതി വേവിലാണ് കേട്ടോ. പകുതി ആയിട്ടില്ലടാ. പകുതി ആയിട്ടില്ല. അതെ ഒന്നിന് വയറ്റിട്ടുള്ളൂ. തിന്നാനായിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഈ അടുപ്പിന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് കേട്ടോ. ആ അടുപ്പ് കത്തുമ്പോ ഇതിലും കൂടി ഒരടുപ്പ് കത്തിച്ചാലേ രണ്ടും കൂടി എത്തുന്നില്ലേ? നമുക്ക് ഇനി ഉണ്ടാക്കുന്ന അടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കാം. സെറ്റ് കേട്ടോ. കാരണം ഗൈസ് ഇത് 3 അടുപ്പാണ് വരുന്നത്. കണ്ടോ 1 2 3. അതായത് ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ നടുവിൽ കത്തും. ഇവിടെ കത്തിച്ചു കഴിഞ്ഞാൽ നടുവ് കത്തും. എവിടെ കത്തിച്ചാലും കത്തും. അതാണ് തീന്റെ പ്രത്യേകത. അതാണ് അടുപ്പിന്റെ പ്രത്യേകത. പുകയാണെങ്കിൽ അകത്തോട്ട് വരൂല്ല. പുക പോകും നേരെ. കത്തിച്ചുമ്പോ ഒന്നുണ്ടാവും. എന്നാലും ഇവിടെയൊക്കെ പുക പാളി. അതെ ഇവിടെയൊക്കെ പൊട്ടിയതായിട്ടാട്ടോ. അതൊന്നും നമ്മളെ കയ്യിൽ നിന്ന് പൊട്ടിയല്ല. അപ്പൊ ഗൈസ് നമുക്ക് എന്തായാലും
ഇത് ഒന്ന് ഉണ്ടാക്കട്ടെ ഗൈസ്. ഒന്ന് അവിടെ ചിക്കൻ ഒന്ന് ആവട്ടെ അല്ലേ, മൊത്തം ചിക്കൻ ഒന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ, ഇതെന്താ ഇതെന്താ ഇതിന് എഞ്ചിനൊക്കെ ഇവിടെ അങ്ങനെ ഗൈസ് നമ്മുടെ ഫുഡിന്റെ പരിപാടി ഏകദേശം കഴിയാനിരിക്കണം കേട്ടോ. നമ്മളെന്താ അറിയോ, ആ ഫുഡ് ആവുന്ന ടൈമോട് നമ്മൾ ഈ വണ്ടി നന്നാക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മളൊന്ന് നന്നാക്കി നോക്കാന്ന് കരുതിയാണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ വണ്ടിയുടെ ഉള്ളിലത്തെ അവസ്ഥ. അപ്പോൾ 2-3 വയറുകൾ ബൾബുകൾ അടിച്ചു പോയിക്കണേ. ആ ബൾബ് വാങ്ങിക്കോട്ടെ. വഹിച്ചിട്ടാണ് പുടുത്തം വിട്ടിക്കണത് അല്ലേ മമ്മ? ആ പുത്തം വിട്ടിക്കണത് നേരത്തെ 1 മണിയോ 1 മണിക്കൊക്കെ നാളെ 2 സംതിങ് ആയി ഗൈസ്. പൈച്ചിട്ട് തൈ, പക്ഷെ ഫുഡ് അടുപ്പത്താണ് ആയിക്കൊണ്ടിരിക്കണുള്ളൂ. ഇനി അരി ഇതാക്കാൻ നിൽക്കണുള്ളൂ. ബേക്കറി നിന്നോണ്ട് കേട്ടോ, പൈപ്പ് ബേക്കറി എന്നാണ് ഇപ്പൊ ഒരാളെ വൈപ്പല്ലേ മാറുള്ളൂ. ഇച്ച് വൈച്ചു ചോറന്നാണോ ചോറിനാണോ? എന്നാ നീച്ച് ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം. അരിയല്ലേ? അത് എത്ര ഇമ്മ? അത് 1.5 കിലോ അരി. അയച്ചറിയാം, വാങ്ങിക്കൊണ്ടേ ഞങ്ങളല്ലേ. ഇത് എത്ര ഉണ്ട് അരി? എത്ര ഉണ്ട് ഇത് മൊത്തം? ആ പിന്നെ ഇപ്പൊ വേണം രാവിലെ. രാത്രികൾക്ക് വേണ്ടേ? ഓ ഓക്കെ ഓക്കെ. ഇപ്പൊ 4ന്റെ കൊഞ്ചത്തെടുത്ത് അതിനെ കുറച്ച് കഴിഞ്ഞ് ജോക്കോ കിട്ടി. ഇതിപ്പോ എവിടെ വരെ എത്തി? ബിരിയാണി ആയപ്പോ പിന്നെ എങ്ങനെ മണത്തറിയണ്ടോ? മണത്തറിയണ്ട് എന്റെ ഒരു കൈവാണ് ഞാൻ ആലോചിക്കണേ. ജോയിൻ ചെയ്യുവാ. ഇനി മുന്നേ കുറച്ച് റെസിപ്പീസ് നമുക്ക് കേൾക്കാം. അരി വെക്കാനായിക്കണോ? അല്ല ഇവിടെ വാ. ഇപ്പൊ ഇതിപ്പോ എന്താ ആക്കിക്കൊണ്ടുവന്നത്? ചിക്കൻ എല്ലാം വേവിച്ചു കഴിഞ്ഞു. ഇനി പരിപാടി നമ്മള് എല്ലാം കൂടി മസാല കൂട്ടാൻ പോവാണ് ഗൈസ്. ഇപ്പൊ നമ്മള് നേരത്തെ ഇതാക്കി വെച്ച ഉള്ളിയുണ്ട് ഈ അടിക്കിടണേ. അത് എന്തിനാ ഉള്ളി അടിക്കിടണേ പറഞ്ഞോട്ടാണ്? ആ ഇനി ഇതിന്റെ മുകളിൽ ഇറച്ചിടല്ലേ? ഇറച്ചിടും, മസാലകളിടും. അപ്പൊ ഗൈസ് നമ്മൾ ആദ്യം ഉള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതേപോലെ ബിരിയാണി ചട്ടിന്റെ ബിരിയാണി ചെമ്പിന്റെ അടിയിലിടുക. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ നമ്മള് വേവിച്ച് വെച്ച ഇറച്ചി ഇടുക. അമ്മമ്മ കണ്ടു പഠിച്ചു. അടുത്ത പ്രാവശ്യം ഒറ്റക്ക് ഉണ്ടാക്കാല്ലേ അമ്മമ്മക്ക്? ഞാൻ എപ്പോഴും അറിയില്ല. അരി കഴിക്കട്ടെ. അരി തിളപ്പിച്ചിട്ട് ചോറ് അരി കൈക്കോളി, വേഗം കഴിക്കുന്നുള്ളിന്നാ. അല്ല ആ മൈക്ക് വാങ്ങിക്കോ, അല്ലെങ്കിൽ ഫുള്ള് വള്ളത്തിന്റെ സൗണ്ട് മാത്രമേ കേൾക്കണം. അതിനെ ആദ്യത്തെ ലെവലെത്തിയിട്ടുള്ളൂ. ആ ബാ മുന്നേ അല്ലല്ല തിന്നോക്കോ. അല്ല അടിപൊളി ബേക്കറിയാ. അല്ല സത്യം സത്യം ഒറ്റ വട്ടം നിന്നാ മതി. പിന്നെ ചിന്നോട് ചോദിച്ചത് എവിടുന്ന വാങ്ങിയത് ആണോ? എന്നാ ഗൈസ് നമ്മള് ബാക്കി പരിപാടി തുടങ്ങാണ്. ഇതെന്താ? ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്. ഇപ്പൊ അതിക്ക് ഇട്ടത് ഉള്ളി ഇട്ടു, തക്കാളി ഇട്ടു. തക്കാളി നമ്മൾ എന്തെങ്കിലും കട്ടില്ലല്ലോ. തക്കാളി കട്ട് ചെയ്ത് അതേപോലെ തന്നെ ഇട്ടുക. എന്നിട്ട് പിന്നെ അതിക്ക് ഈ വെളുത്തുള്ളി ചതച്ചത് കുറച്ചിടുക. അതായത് നമ്മളൊരു അളവ് നോക്കിയിട്ട് ഇടണുണ്ടോ ഗൈസ്. അതിക്ക് പിന്നെ ഇത് ഇഞ്ചി ചതച്ചതും അതേപോലെ കുറച്ചിടുക. ആ ഇനി അതിന്റെ മുകളിൽ കൂടെ ഇടാനുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം. ഗൈസ് ചോറിനുള്ള വെള്ളം നമ്മള് ആദ്യം തന്നെ ഇവിടെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടോ. കളർ മുളക് കളർ അത്യാവശ്യം നല്ലോണം കിട്ടാൻ വേണ്ടിട്ടാണ് ഗൈസ്. ഓക്കെ കളർ മുളക് ആഡ് ചെയ്തു. ഗൈസ് ഇമ്മമ്മ അരി കഴിക്കാൻ പറഞ്ഞിട്ട് സോപ്പിട്ട് കഴിക്കാവോ? സോപ്പൊന്നും വേണ്ട. 2-3 കൈകളേ കാണാം. ഇത് മരുന്നൊക്കെ ഒഴിച്ച് കേടുവരാത്ത പാത്രത്തിന് അരിയാണ്. അല്ലാതെ വിമ്മിട്ട് ചെയ്യ്. ആ 20 കിലോമീറ്റർ 20 കിലോമീറ്റർ അത് ക്യാൻസലായി. ഇനി പായന്നോട്ട് ഓർഡർ ചെയ്യണോ? എന്താ അതിന് കത്തിക്കണി 6 പാക്കോ? അത് 6 പാക്കല്ല അല്ലേ? ഇതാണ് പറയുന്നത്. മറ്റേ ജിമ്മിന്റെ മറ്റേ പൊക്കണതല്ലേ 6 പാക്ക് കൊണ്ടുവന്നത്. ഗൈസ് ഇനി നമ്മള് നേരെ മഞ്ഞൾ ആഡ് ചെയ്യാട്ടോ. മഞ്ഞൾ നമ്മളെ ഹോം മെയ്ഡ് മഞ്ഞളായോണ്ട് കുറച്ച് മതി. നല്ല കളർ ഉണ്ടാവും ഗൈസ്. നാടൻ മഞ്ഞൾ നമ്മളെ പെരിയിൽ ഉണ്ടാക്കിയ മഞ്ഞളാണ് ഗൈസ്. നമ്മള് ഡയറ്റ് തീരുമാനിച്ചപ്പോ ബിരിയാണി ഇല്ല ഇവിടെ. ഉള്ളി വയറ്റി അത് ബിരിയാണിക്കുള്ളത്. ഇത് നമ്മള് അതിന്റെ മുകളിൽ കൂടെ ഗൈസ് നമ്മള് കുറച്ച് സാധാ മുളക് പൊടിയും കൂടി ഇട്ടിക്കണം കേട്ടോ. കുറച്ച് പെരിഞ്ജീരകം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ടിക്കണേ. ഉമ്മ അരി ഇടാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് കോരിണ്ട് ഉമ്മ അരി ഇടുന്നുണ്ട്. ഉമ്മ കൈ കൊള്ളല്ലോ കേട്ടോ. ഇത് കൊറേ കാലം കാണാൻ തുടങ്ങിയ തീയൊരു എക്സ്പ്രഷൻ ആണ് കേട്ടോ ഗൈസ്. അരി ഇടുമ്പോ അതാണ് അതിന്റെ ഒരു ഇത്. ആർക്കും വരും ഗൈസ്. നമ്മള് അവിടെ അരി വാങ്ങാൻ ചെന്നപ്പോൾ പറഞ്ഞു 2 അരി ഉണ്ട്. ഒന്ന് ഇന്ത്യ ഗേറ്റ് ഉണ്ട്, ഒന്ന് ജോക്കർ ഉണ്ട് പറഞ്ഞു. ഇന്ത്യ ഗേറ്റ് ആണ് നമ്മള് നോർമലായിട്ട് വാങ്ങല്. അപ്പൊ നമ്മള് ജോക്കർ വാങ്ങി നോക്കി. മല്ലി എന്താ മല്ലിപ്പൊടി ഗൈസ് അതേപോലെ ഇടുക. ഒക്കെ ഒരു അളവിന് നോക്കിയിട്ട് നിങ്ങള് മട്ടത്തിനാക്കല്ലേ അമ്മ. ഗരം മസാല നമ്മൾ കുറച്ച് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഉമ്മ
പറഞ്ഞേ പറഞ്ഞ ഞാൻ അരി ഇടുകയാണടാ, അരി ഇട്ട് കഴിയണ്ടേ. ഇട്ട് കഴിഞ്ഞില്ലേ? പിന്നെ ഈ പാട്ടത്തിന് ഞാൻ പറഞ്ഞ മറ്റു സാധനം മല്ലിച്ചപ്പ് പൊതിന മല്ലിച്ചപ്പും പൊതിനെ നമ്മൾ മിക്സ് ആക്കിയാണ്ട് അരച്ചാണ്ട് അതിന്റെ ഉള്ളിൽ കൂടെ ഇടുക. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളിവിടെ ചോപ്പർ വാങ്ങിച്ചോ യൂസ് ചെയ്യലുണ്ടോ? അല്ല അത് വെജിറ്റബിൾ ഒക്കെ കട്ട് ചെയ്യാൻ ഉള്ളി അതേപോലെ ഈ എന്താ ഇതൊക്കെ കട്ട് ചെയ്യാൻ അതുകൊണ്ട് കട്ട് ചെയ്യൂല, ഫുള്ള് കത്തിയോണ്ട കട്ട് ചെയ്യല്. നമ്മള് അടിപൊളിയായിട്ട് ചർലാസ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കണേ. പക്ഷെ ചോപ്പർ എന്ന് പറഞ്ഞ സാധനം ഇവിടെ വാങ്ങിക്കണേ, അത് ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. എവിടെയാണ് ചോപ്പർ? അവിടെ കാരണം അടുക്കളയിലേ ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷോറൂമില് വല്ല കുടുംബക്കാര് വരുമ്പോഴോ അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവില്ലോ, അലമാരിയിലൊക്കെ എടുത്തു വെച്ചാണ് കഴിച്ചു. എവിടെ കേക്ക് വെച്ചിരുന്നത് എവിടെ? അല്ല ഞാൻ ഈ ഒരു കാര്യം എവിടെ സാധനം എവിടെ എവിടെ ഏത് സ്റ്റാൻഡിൽ? അപ്പുറത്ത്. അല്ല ഞാൻ ഈ സാധനം ചോദിച്ചോട്ടെ, ഉമ്മമാരോട് എന്താന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇവിടെ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ അത് ഈ അടുക്ക് എവിടെ ഉണ്ടാവില്ല. ഉമ്മാന്റെ റാക്കിന് മുകളിലേക്ക് ഇക്കാരം വെറുതെ പറയാറ്. അതെടാ എന്റെ മോനെ ഞാൻ ചെറുക്കന്മാരൊക്കെ വിളിച്ചാണ്. കാരണം എല്ലാരും കഴിച്ച് പരാതിയാണ്. അതായത് നല്ല പണി ഉണ്ടാവുമ്പോ മാത്രം ചെറുക്കന്മാരെ വിളിക്കുക, ഫുഡ് ഉണ്ടാക്കുമ്പോ എന്താ ചെറുക്കന്മാരെ വിളിക്കാത്തത്? അത് റിസ്വാന്റെ പരാതിയാണ്. ഇജ്ജ് പണിക്ക് മാത്രം എന്നെ വിളിച്ചു, പക്ഷെ ഫുഡിനെ വിളിക്കൂല. അതിനെ വിളിച്ചാ ഞാൻ വിളിച്ചിട്ട് എടാ റിസ്വാനെ ബാ എന്റെ കഴിച്ച് അല്ല എന്റെ കഴിച്ചേന്ന് കൊടുക്കണേ. കൈ 2 ദിവസം മുമ്പ് കൊണ്ടുവന്നാൽ എടാ ഇവര് കഴിച്ചേടെ അല്ല കഴിച്ചേ ഇവിടെ തന്നെയാണോ? ഞാനുണ്ടല്ലോ അല്ലേ മാലിന്റെ പുത്തല്ലേ? ആ അതെവിടെ? അണ്ടേലി ഇന്ത്യയിലോ? ഇവിടെ ഇപ്പൊ പണി എവിടം വരെ? പണി അരി ഇട്ട് തിളക്കാനായി. അരി തിളക്കാനായി ഗൈസ്. മസാലകളൊക്കെ ഈ കിട്ടും. ഇതിപ്പോ നമ്മള് ഞാൻ നേരത്തെ ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആഡ് ചെയ്തിനമ്മ? ഇല്ലല്ലോ, നേരത്തെ സാധനം തന്നെയാണ്. ഇനി ഇത് നല്ലോന്ന് ഇളക്കല്ലേ? കുറച്ചുകൂടി എന്താ ഇപ്പൊ കളർ മുളക് ഇട്ടുക, കളറൊന്ന് കാണാൻ വേണ്ടിട്ടല്ലേ? നല്ലോണം മിക്സ് ചെയ്തോളേ. ആ തൈര് വെച്ചാണല്ലേ? ഇതിലാണ് ഒഴിക്കല്. സുർക്കയോ? പുളിപ്പിന് വേണ്ടിട്ട് സുർക്ക വെച്ചോ ഗൈസ്? സുർക്കയും കൂടി വെച്ചു, കാരണം ഒരു പുളിപ്പ് ഇട്ടാൻ വേണ്ടിട്ട് സുർക്ക. നെയ്യിന്റെ ആവശ്യമല്ലല്ലോ? അല്ല അത് ഉപ്പ് വാങ്ങോ? നോക്കിയാ മധുരം നോക്കിയാ മധുര എന്താ അവസ്ഥ? ഉണ്ടമ്മ? ഉണ്ട്. എന്നാ പിന്നെ വേണ്ട, അല്ലെങ്കിൽ രണ്ടും കൂടി. നമ്മള് ചിക്കൻ ചോറിന് ഉപ്പിടുവല്ലോ. ചോറിലോ? ഇതിൽ ഉപ്പിട്ട് ഇത് മൊത്തം വടിച്ചെടുക്കട്ടോ ഗൈസ്. രണ്ടാമത്തെ ചിക്കൻ ഇട്ടു. പിന്നെ ആ ചോറ്റിക്ക് ഒരു നാരങ്ങ പിന്നുകാണ്ട് ചോറ്റിക്ക ഒട്ടിപ്പിടിച്ചാക്കല്ലേ? ഇങ്ങനെ ഗൈസ് നമ്മള് നാരങ്ങ നീര് പിയ്യ എല്ലാം ഇങ്ങനെ എടുത്തിട്ട് മതിയോ? നമ്മമ്മ ഇത് പിടിച്ചോളി. അപ്പൊ നമ്മൾ നാരങ്ങ നീര് വെച്ചു, കരയാമ്പ് ഇട്ടു, പിന്നെ കറുകാപ്പാട്ട് ഇട്ടു. വേറെ എന്തെങ്കിലും ഇട്ടണം അല്ലല്ലോ? വേറെ ഒരു കുറവ് അണ്ടിപ്പരിപ്പാണ്, അതിന് വേണ്ട. അണ്ടിപ്പരിപ്പ് ഇല്ലല്ലോ ആകെ അണ്ടിപ്പരിപ്പ് ചൂടാക്കിട്ട് അതൊന്ന് വറക്കണം, അപ്പൊ പൂ പോയിക്കോളും. അപ്പോഴും പൂപ്പുണ്ടാവും അല്ലേ? വേണ്ട, കളയാൻ തിന്നണ്ട. കോഴി നോക്കും, കോഴിക്കൊക്കെ പറ്റുമല്ലോ പറക്കെ. കോഴിക്കൊക്കെ എന്താ അവസ്ഥ? മസാല ഓക്കെ ആണോ? അടിപൊളിയാ? ഉമ്മമാക്കണ ഗൈസ് അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇളക്കിയില്ലെങ്കിൽ എന്താ അറിയോ? അടി പിടിക്കുന്ന കരത്തിന്റെ അടിക്ക് പിടിച്ചാലോ? ഓക്കെ. ആ മറ്റേ നീര് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആവണ്ടല്ലേ? നമ്മളെങ്ങനെ നമ്മളെ ചോറ് ആയി ഇതാക്കണേ. ഇനി ഇപ്പൊ എന്താ ഇപ്പൊ കാട്ടിക്കൊണ്ടിരിക്കണ? ഊറ്റല്ലേ? ചോറ് ഊറ്റിക്കൊണ്ടിരിക്കാണ് ഗൈസ്. ഇനി നമ്മള് ഊറ്റിട്ട് നേരെ ചിക്കൻ ഇട്ടാണ് കേട്ടോ, പെരത്താണ് ഇട്ടോളി. അത് ഊറ്റി വെച്ചല്ലേ? അത് കോരിയടപ്പളേ ഇങ്ങനെ ഉണ്ട്. ചോറിന് മുകളിൽ ഇങ്ങനെ ഉണ്ട്, നല്ല പുകയാണ്, അതുകൊണ്ട് ശരിക്കും കാണില്ല. നമുക്കിതിപ്പോ നാളെ രാവിലേക്കും കൂടി ഉണ്ടാവില്ലേ? എങ്ങനെ തിന്നറിയോ ഗൈസ്? ഇങ്ങനെ ഉള്ളി വിതറട്ടോ കുറച്ച്. അതായത് പകുതിക്കൊന്ന് കുറച്ച് ഉള്ളി ഇടല്ലോ? ആണോ? നമ്മളത് കുത്തിയിട്ട് ആക്കലുള്ളൂ. ഓക്കെ ഓക്കെ. എന്താ
ഗരം മസാല, അത് മസാല കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ടോ ഗൈസ്? ഇതിന് മുകളിൽ കൂടെ ഇടാല്ലേ? ആ അതിന് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ തുള്ളിച്ച് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അതായത് ഗൈസ് മൊത്തത്തിലൊന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. മുകളിൽ കൂടെ അതായത് ആ ഉള്ളി വിതറിയിട്ട് അതിന്റെ മുകളിൽ കൂടെ കുറച്ച് പൊതിന. എന്തിനാ? അത് അതിന്റെ പൊതിനന്റെ ഒക്കെ മണം കിട്ടാനേ. അല്ലെ ബിരിയാണിക്ക് ഒരു മണം ചോദില്ലെങ്കിൽ എന്റെ ബിരിയാണി അറിയില്ല. അത് ശരിയാ. നെയ്യാട്ടോ, നെയ്യ് അല്ലേ? എന്തിന്റെ ബാക്കി നെയ്യാവും കൂടി പറഞ്ഞു തുടങ്ങി. ഉള്ളി ഓപ്പിച്ചില്ലേ? ഉള്ളിയല്ല, ചിക്കൻ്റെ. ഓ അണ്ടിപ്പരിപ്പും മുന്തിരിന്റെ ബാക്കി നെയ്യല്ലേ? ഇതല്ലാതെയും കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ കറണ്ട് പോയി. നമ്മളെ ബിരിയാണി കിടക്കണ നോക്കിയാ ഇല്ല, ഒക്കെ അടുപ്പിലായിട്ടാണ്. എല്ലാം അടുപ്പിലായതിന്റെ ശേഷമാണ് കറണ്ട് പോയത്. അതുകൊണ്ട് സമാധാനം. ഞാൻ ചോർത്ത് കിടന്ന് വന്നാ മതിയല്ലോ. ഒന്നും ചെയ്തു. പോവലും വരവും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഗൈസ് കിടിലം മഴ വരുന്നുണ്ട് കേട്ടോ. ആ മഴക്ക് മുമ്പ് നമ്മൾ ഉച്ചക്ക് ഉണ്ടാക്കൽ തുടങ്ങിയാണ്. പക്ഷേ എങ്കിൽ ഇപ്പൊ വൈകുന്നേരമായി, ഇടി വെട്ട് മഴയാണ് ഗൈസ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് ബിരിയാണി ഇവിടുന്ന് മസാല ഇത് അടുപ്പത്തിന് വെച്ചിട്ട് എടുത്തിട്ടില്ലല്ലോ. ഗൈസ് നമ്മളെ സ്വാദിഷ്ടമായ ബിരിയാണി നമ്മളിവിടെ എടുക്കാൻ പോവാണ്. നല്ലൊരു സ്മെല്ലും ഇതൊക്കെ വരാൻ കിടക്കുന്നുണ്ടാവും പ്രതീക്ഷിക്കണം. അമ്മ ഞാൻ പോയി ഉണ്ടാക്കാൻ തുടങ്ങി. തക്ക സമയത്ത് തന്നെ കണ്ടുപോയി. ഇപ്പൊ ഇരുട്ടത്താണ്ട് ബിരിയാണി തിന്നാ ഗൈസ്. അല്ല അപ്പൊ ഒന്നും കാട്ടല്ല. ഇടുക്കി മണം എങ്ങോട്ടീ പോണ്? പറമ്പിന്റെ മുകളിൽ കയറി വെക്ക്. ആ ഗൈസ് മണുണ്ട്. ഇതാ ഇങ്ങോട്ട് വരും. ഇത് കണ്ടില്ല നിങ്ങൾ? ഒരു വെള്ള കളർ. ഇതാണ് സാധാരണ ബിരിയാണി ഉണ്ടാവില്ല നമ്മളെ കോഴിക്കോട്ടത്തെ അതേപോലത്തെ തലശ്ശേരിത്തൊക്കെ. പക്ഷെ നമ്മളെ മലപ്പുറത്തെ നമ്മളെ നിലമ്പൂരത്തെ ബിരിയാണി എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇതൊന്ന് കൂട്ടി കലക്കും, എന്നിട്ടൊരു മഞ്ഞ കളർ വരും. അതായത് അവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മസാല വേറെ, നെയ്ച്ചോറ് വേറെ. അവിടെ എങ്ങനെയാണ്? ബിരിയാണി വേറെ. നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മസാലയും ബിരിയാണി പാടെ കൂട്ടി കുഴക്കലല്ലേ? ആ അല്ലാന്നോ? നമ്മളങ്ങനെ കൂട്ടി കുഴക്കൊന്നുമില്ല, വേറെ വേറെ ആണ് വെക്കല്. നമ്മള് അങ്ങനെയാണ് ഗൈസ്, അങ്ങനെയാണ് നമ്മള്. അത് എങ്ങനെയാണെന്ന് അറിയോ? ചോറ് വേറെ. എങ്ങനെയല്ല, അതിപ്പോ ഞാൻ പറഞ്ഞ വഴി തന്നെയാണ്. ആ അത് എന്താണ് സംഭവം? ഉമ്മമാരുടെ ബ്രെയിനിലാണ്ട് വർക്ക് ചെയ്ത് വരാത്ത സാധനമാണ്. അങ്ങനെയല്ല, വേറെ 2 പാത്രത്തിൽ വെക്കും. അങ്ങനെയല്ല, ഇത് രണ്ടും ഒരു പാത്രത്തിൽ തന്നെ വെക്കല്. പക്ഷേ ഇത് രണ്ടും കൂട്ടി കുഴക്കൂല. നമ്മളിപ്പോ കാട്ടില്ലേ, ഇത് കൂട്ടി കുഴക്കണ പരിപാടിയല്ലേ? ഈ പരിപാടി കാട്ടൂല. ചോറ് വേറെ വിളമ്പും, എന്നിട്ട് മസാല വണ്ടികൾക്ക് മസാല എടുക്കും. നമ്മൾ എന്താ ഒക്കെ പാടെ കൂട്ടി കുഴക്കും. നമ്മൾ ആ കൂട്ടി കുഴക്കൽ ഉണ്ടാവില്ല. അങ്ങനെ അല്ലേ ഗൈസ്? നിങ്ങൾ പറയും. കാരണം നമ്മൾ വേറെ എന്താ പറയാ, വേറെ ആൾക്കാർക്ക് നമ്മളെ ഇതൊക്കെ കാണുന്നുണ്ടാവും. അതിന്റെ കാസർഗോഡിൽ എത്ര ടീം കാണുന്നുണ്ട്, കോട്ടയുണ്ട്, കൊല്ലുണ്ട്, എല്ലാ ജില്ലക്കാരും കാണുന്നുണ്ട്. റിസ്വാനും വരും പോയില്ലേ? റിസ്വാനും മുന്നേ പോയി. റിസ്വാനും എടുക്കാൻ പോവാണേ നിലമ്പൂർക്കോ. ഓൻ എടുക്കോ പോയി. മുന്നേ വരണം, മുന്നേ വിളിച്ചാണ്ട് വരാൻ പറഞ്ഞാണ്. ഓൻ പോയി ഇപ്പൊ വരാന്ന് പറഞ്ഞാണ്. നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. റിസ്വാന് ഗൈസ് പണി ഉണ്ടായോണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചെക്കൻ നിന്നേന്. അറിയണ എല്ലാ കാര്യത്തിനും ഒപ്പം വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് വരുമ്പോലേ നോക്കിടാ ഗൈസ് കാണുമ്പോ തന്നെ മനസ്സിലാക്കണം. ആകെ ഇരുണ്ട് കിടക്കുക കേട്ടോ. ആകെ ഇന്ന് പെയ്തിട്ടില്ലല്ലോ. ഇന്ന് പെയ്തിട്ടില്ല, ഇന്നലെ രാത്രിയും പെയ്തിട്ടില്ല. ഇന്റെ ഫോണിന്ന് അതിന്റെ തർക്കം പറഞ്ഞി ഞാൻ പെരു ഒച്ച എന്താണാ കരുതിയാല്. എന്തോ ഒരു അലറല്. എന്താ അത്? അതോ അത് ഗവൺമെന്റിന്റെ മെസ്സേജ്. അല്ല അതെന്താ അറിയോ? ഉമ്മയുടെ ഫോണിൽ ഉമ്മ റീചാർജ് ചെയ്തിട്ട് എത്ര മാസമായി? മാസം ഇല്ല, ദിവസമായിട്ടുള്ളൂ. ദിവസമായി. അതന്നെ പ്രശ്നം. ഇനിയുള്ള തലമുറക്ക് അങ്ങനെയാണ് മൊബൈലിൽ വരാൻ പാടില്ല. അതായത് ഇനി മൊബൈൽ വെക്കുമ്പോ കട്ടിലിനടിയിൽ വെക്കാൻ നിൽക്കരുത്, അത് ശ്രദ്ധിക്കണം. കട്ടിലോട്ടിലല്ല, അതിന്റെ അപ്പുറത്ത് എവിടെ ചെയ്യാലും ഉമ്മമാനെ പറഞ്ഞ പറ്റില്ലേ മമ്മ? എന്താ അറിയോ, ഇപ്പൊ എന്താണ് ഇപ്പൊ മഴ ഇതൊക്കെ വരുന്നില്ലേ, അപ്പൊ അതിന്റെ ഇതായിട്ട് ഒരു സൂചന കൊടുക്കാം. എല്ലാരും ഉരുൾപൊട്ടൽ കണ്ടിട്ടാവും പേടിച്ചത്. ഇത് നമ്മൾ ഈ അലാറം കേട്ടിട്ട് കഴിച്ച് എല്ലാം പൊളിഞ്ഞാടോ പേടിച്ചിട്ട് നമ്മൾ നീച്ചെടുക്കും. പെരുമായി ആരും പേടിച്ചാതൊക്കെ വേണ്ടിട്ട് ഈ അലാറം വെക്കണത്. പക്ഷെ ഈ അലാറം കേട്ടിട്ടാണ് കഴിച്ച് നമ്മള് ഭയങ്കര പേടിയല്ലേ? അവസ്ഥ എന്താണാവോനെ ചെയ്യണ്ടേ? ഇത് കഴിച്ച് നല്ല തീനുണ്ടാവും കേട്ടോ. കാരണം രാവിലെ തൊട്ടിട്ട് ഇതുവരെ കഴിച്ച് നമ്മള് ഒരു പഴത്തുമ്മ, ഒരു പഴവും പിന്നെ 2-3 പട്ടാണിക്കറിലമ്മയാണ് ഞാൻ ഈ നിക്കണത്. ഉമ്മ എന്തുമ്മ നിക്കണേ?
ഞാൻ 2 ദിവസം വന്നു രാവിലെ ആ, പിന്നെ ബിരിയാണി 6 മണിയായപ്പോ രാവിലെ ഈ ചോറ് ഞാൻ തീ കൂടെ ഒന്നിട്ട് പോയപ്പോ നമ്മള് ചിക്കനൊക്കെ മാറ്റി വെച്ചു. പക്ഷെ ആ മസാല ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ആ മസാല എന്തിനാ മസാല ഇവിടുന്ന് കുറെ വാരിക്കണം. മസാല കൊരിഞ്ഞ ചോറ് കൂടെ ഇട്ടിട്ടേ ഒന്ന് കുഴക്കല്ലോ, ഒന്ന് ഇത് ഇളക്കും. നീ കുഴക്കല്ലേ? അങ്ങനെയും അങ്ങനെ സ്മെല്ല് കിട്ടിയ മോണ്ടനെ സ്മെല്ല് ആയിക്കൂടെ പോയിക്കണേ. സ്മെല്ല് അങ്ങോട്ട് വയ്ക്കണേ നേരെ. ഞാൻ ചൂണിന്റെ അവിടെ പോയാൽ മതി, നല്ലോ കിട്ടും. മണക്കാനല്ലേ മുന്നേ എവിടെ ഓൻ വരാന്ന് പറഞ്ഞു. ഫുഡ് കഴിക്കേണ്ട ടൈമില് ഓൻ വരാറ് നിൽക്കണേ. നമ്മളെ ചോറ് നമുക്ക് എടുക്കട്ടെ. എടുത്തു ഞാൻ അങ്ങനെ മുന്നേ അവിടെ വന്നാട് കാത്തുക്കലോടിക്കണം. മമ്മ നടന്നോളി, ആരെ കാത്തുക്ക, നടക്കി. നല്ല മഴ കേട്ടോ പുറത്ത്. കൈ പെരിഞ്ചാതി മഴ പറഞ്ഞാൽ പെരിഞ്ചാതി മഴ കുഞ്ഞാടാതെ പോയിട്ട് എത്രയും നേരത്തെ അധ്വാനാണ്. അറിയാൻ പറ്റില്ല. പ്ലേറ്റ് ഒക്കെ ഞങ്ങൾ ഓൾറെഡി ഒരുക്കിച്ചു. മുന്നേ ഞങ്ങൾ ഗസ്റ്റ് ആയിട്ടില്ല, മുന്നേ കാണാല. മുന്നേ പൂച്ചനെ ബാ ഇരിക്ക്. ഗൈസ് നമ്മൾ ഇവിടെ നിന്നിട്ടല്ല കേട്ടോ ചോറ് തിന്നാൻ പോണത്. നമ്മൾ ആ കൊലായിൽ നിന്നിട്ടാ. കാരണം അവിടെ നിന്ന് തിന്നാൻ തടയും. നമുക്ക് റോഡിൽ കൂടെ വണ്ടി പോകണമെന്ന് കാണാം. പിന്നെ മഴ പെയ്യണത് കണ്ടിട്ട് നമുക്ക് ചൂടുള്ള ബിരിയാണി കഴിച്ച് തിന്നാം. പിന്നെ ഇതെന്തിനാണ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളൊരു ഫോട്ടോ കൊടുക്കുന്നുണ്ടല്ലോ തമ്പലൈനായിട്ട്. ആ ഒരു തമ്പലൈൻ എടുക്കുന്ന ചടങ്ങാണ്. ആ മാതിരി വിചാരിക്കുമ്പോൾ ആ തമ്പലൈൻ എടുക്കണത് എങ്ങനെയാണ് വമ്പ കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. അത് എങ്ങനെയാന്ന് കാണിച്ചു തരാം. അവിടെ മുന്നേ ബാ. ആ ചോറേന്റെ മുന്നിൽ കൊണ്ടു ഇങ്ങനെയാണ് തമ്മിൽ ചടങ്ങല്ലോ. പേടിക്കണ്ട. അപ്പൊ നമ്മൾ തമ്പലൈന്റെ പരിപാടി ഇങ്ങനെയാണ്. ഇനി നമ്മൾ നേരെ ചോറ് തിന്നാൻ വേണ്ടി മുറ്റത്തേക്ക് പോവാണ്. നമ്മ ആ ചെമ്പട്ടി ബാ ഇരിക്കേ. ഇരിക്കലോടിക്കോളി. വെള്ളം ഈ പാട്ടിൽ വെള്ളമൊക്കെ ഉണ്ടാവും. നോക്കി ഗൈസ്, നല്ല മഴ. നിങ്ങൾക്ക് ഈ പുറത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ. കണ്ടോ, നല്ല മഴയുണ്ട്. ഈ മഴയത്ത് ഇങ്ങനെ നല്ല ബിരിയാണി ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കണതിൻ്റെ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാണ് അല്ലേ മമ്മ? ആവു ആണല്ലോ. എത്ര നേരത്തെ കാത്തിരിപ്പാണല്ലേ? പിന്നല്ലാതെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പാണ്. അതിപ്പോ അങ്ങോട്ട് റെഡി ആവാൻ പോവാണ് ഗൈസ്. ചെരുപ്പം കിട്ടി ചോറിനാരടാ ഇവിടെ ആയിരിക്കും. മുന്നേ ബിരിയാണി ഇല്ല, ഇതിൽ വെറും ഇത് മാത്രമേ ഉള്ളൂ. അതന്നെ, മുന്നേ വെറും ചിക്കനും ഇത് മാത്രമേ കഴിക്കണുള്ളൂ. എന്തുകൊണ്ടാ ഡാറ്റ ഫുള്ളാക്കി തരാം? ഒരിടെ കഴിച്ചു തരാണോ? എന്തായാലും കഴിച്ച് നമുക്ക് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കട്ടെ. ഈ ഇരിക്കണില്ലേ, നമുക്ക് ടേസ്റ്റ് എങ്ങനെ ഉണ്ട് നോക്കാം. ആദ്യം നമുക്ക് ഉമ്മമാന്റെ അഭിപ്രായം നോക്കാം. വായിച്ചെടുക്കുമ്പോ അല്ലെങ്കിൽ രസമുണ്ട്, അല്ലെങ്കിൽ നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്. അരിന്റെ മാറ്റോ എങ്ങനെ? എനിക്ക് അരിന്റെ മാറ്റം നല്ലതെന്ന് തോന്നുന്നുണ്ട്. രസമുള്ളതാണോ അത് രസമുണ്ട്. ആണോ? ഇത് നല്ല രസം. എന്താ അവസ്ഥ? അടിപൊളിയാ. നീ ഗൈസ് ഞാനും കൂടി ഒന്ന് തിന്നോട്ടെ. ചിക്കനൊന്നും വലിച്ചിട്ട് കിട്ടണില്ല. അപ്പൊ ആയിട്ടില്ല. കിട്ടാൻ അറിയില്ലല്ലോ. നോട്ടോ. അടിപൊളിയാ, രസമുണ്ട്. ഇതൊന്നും നോക്കാം ഗൈസ്, രസമുണ്ട്. ഇത് കാണുമ്പോഴത്തേ മനസ്സിലാവുന്നുണ്ട് പോലേൻ്റെ രസമുണ്ട്. കാരണം ഇത് അങ്ങനെയാണ് ഗൈസ്. ചിക്കൻ അടിപൊളിയായി. കൊള്ളാം ഗൈസ്, കൊള്ളാം. കൊള്ളാം.